റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയി കഴിഞ്ഞാൽ അജ്വദ് അദ്ദേഹം അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആളാണ്. റമദാൻ മാസമാകുമ്പോൾ ധർമ്മം വളരെ വളരെ പ്രകടമായി കാണുന്നതാണ്. അടിച്ചു വീശുന്നതായ കാറ്റുകളെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജൂദ് റമദാൻ മാസത്തിൽ എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്തുടർച്ച കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് നാം റമദാൻ മാസമാകുമ്പോൾ കഴിവിന്റെ പരമാവധി നമ്മളാൽ സാധിക്കുന്ന ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. അത് നിർബന്ധമായ ആ സക്കാത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നിർബന്ധമായ സക്കാത്ത് അത് റമദാൻ ആവട്ടെ ശവ്വാൽ ആവട്ടെ എപ്പോഴാണ് കൊല്ലം പൂർത്തിയാവുന്നത് അപ്പോൾ കൊടുത്തു തീർത്താലേ തീരൂ. അതിലൊന്നും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. കാരണം സക്കാത്ത് നിർബന്ധമായത് ഒഴിവാക്കിയവരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം ചെയ്തതായി, മുർത്തദുകളോട് യുദ്ധം ചെയ്തതായ സന്ദർഭം പറയുമ്പോൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള സക്കാത്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പൊതുവിൽ നാം ഇപ്പോൾ അൽഹംദുലില്ലാ റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ കൂടെ പിശാചില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ പിശാചുകളുടെ നേതൃത്വമില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രേരണ ലഭിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ധർമ്മങ്ങൾ ചെയ്യാൻ, പള്ളിയിലേക്ക് ചെല്ലാൻ, ഉംറക്ക് പോകാൻ, മറ്റുള്ളതായ പല പല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ സന്മനസ് നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത നാം ശരിക്ക് ഈ റമദാനിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ ഭാഗം ഇന്ന് മക്ക ഇമാം ഉണർത്തിയത്.